ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ഓഫ് ടു ആർട്ടിക്കിൾ എൻ്റെയും ബിൻ്റെയും കോസ്റ്റ് പ്രൈസുകൾ തമ്മിലുള്ള റേഷ്യോ 4:5 ആണ്. ദെൻ വൈൽ ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ഷോപ്കീപ്പർ ഗെയിൻസ് 10% ഓൺ എയിൽ 10% ലാഭവും ആൻഡ് 20% ഓൺ ബിയിൽ 20% ലാഭവും കിട്ടുന്നു. ദെൻ സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം 480ആണ്. സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം 480ആണ്. അങ്ങനെയാണെങ്കിൽ 30% ഓഫ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 4, ഇത് 5. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാം. കോസ്റ്റ് പ്രൈസ് 10% ഗെയിന്. അപ്പോൾ ഇതിൻ്റെ 10% എടുത്തിട്ട് കൂട്ടുക, അല്ലെങ്കിൽ ഇതിൻ്റെ 110% എടുത്താൽ മതി. 4 × 110/100 4.4 എന്ന് പറഞ്ഞ് കിട്ടും. കാരണം ഇത് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 5 കൊണ്ട് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ 20% ചെയ്യും. ഒന്നെങ്കിൽ ഇതിൻ്റെ 5ൻ്റെ 20% എടുത്തിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ 120% എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ 1.2 എടുത്താലും മതി. അപ്പോൾ എത്ര വരും? 6 എന്ന് പറഞ്ഞ് കിട്ടും. 6 എന്ന് കിട്ടും. 1.2 എന്ന് പറയുന്നത് 120/100. ഓക്കെ, ദെൻ ഈ സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 6 4.4 തമ്മിലുള്ള വ്യത്യാസം 1.6. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 480 എന്നാണ് വന്നിരിക്കുന്നത്. 480. അപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ 480 ഡിവൈഡഡ് ബൈ 160. 480 ഡിവൈഡ് ബൈ 1.6 300 എന്ന് പറഞ്ഞു വരും. 300 എന്ന് പറഞ്ഞു വരും ഒരു യൂണിറ്റ്. ദെൻ നമുക്ക് വേണ്ടത് ടോട്ടൽ കോസ്റ്റ് പ്രൈസിൻ്റെ 30%. ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ 4, ഇവിടെ 5, 9 യൂണിറ്റ് എന്ന് പറഞ്ഞു വരും. 9 × 300. അതാണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇത് യൂണിറ്റിലാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നാനക്സ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അതിൻ്റെ 30%, അതിൻ്റെ 30%, അതിൻ്റെ 30% എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്തു. ദെൻ 9 × 9 81. ദെൻ ഒരു 0. 810 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.